ഹലോ, ഇന്ന് ഞങ്ങൾ ഈ ചീര തോരൻ വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ പേര് മൈസൂർ ചീര എന്നാട്ടോ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുക ഇതിന്? ഇത് തോരൻ വെക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? മൈസൂർ ചീര. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. ഇത് ഷുഗറിലുള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്ന സാധനമാണ് ഈ മൈസൂർ ചീര. ഇത് ഞങ്ങൾ തോരൻ വെക്കുകയാണേ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ഇത് ചെറുതാക്കി വേണം കേട്ടോ അരിയാൻ. വലുതാക്കി അരിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ടേസ്റ്റ് വേണമെങ്കിൽ ചെറുതാക്കി അരിയണം. നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. തോരൻ വെച്ചു അയണക്കിട്ടേ ഇതില്ലേ ചേർക്കേണ്ടത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, വറവിടുക. അതിലേക്ക് ചീര അരിഞ്ഞത് അതിലേക്ക് ഇടുക. വാടിയതിന് ശേഷം ചെറുപയർ വേവിച്ച് അതും ചേർക്കുക. പിന്നെ ഇതിൽ നാളികേരം, ചെറിയ ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി കൂട്ടി ചതച്ച് ഈ തോരനിലേക്ക് ഇട്ടിട്ട് ഉപ്പും ചേർത്ത് ചിക്കി എടുക്കുക. ഇങ്ങനെ ചെറുതാക്കി അരിയണം കേട്ടോ, നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ചീരയിലേക്കുള്ള അരവുകളാണിത്. ജീരകത്തിന് ശേഷം നാളികേരം ചതച്ചെടുക്കുക. മഞ്ഞൾ എടുക്കുക. അതിനുശേഷം പച്ചമുളക് ചേർക്കുക. ഇനി വറവിടാനുള്ള പരിപാടിയാണ്. വറവിടണം. വെളിച്ചെണ്ണ, ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിടുക. പൊട്ടിയതിന് ശേഷം ചീര ഇതിലേക്ക് ഇടുക. ചീര ഇട്ടതിന് ശേഷം ഇത് ഇളക്കി വയ്ക്കുക. കടുകും ഒക്കെ പൊട്ടിയതിന് ശേഷം ചീര ഇതിലിട്ട് ചിക്കി എടുക്കുക. ചിക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ചിക്കി വെക്കുക. ചിക്കിയതിന് ശേഷം അരവുകൾ ഇടുക. വേവിച്ച് വെച്ച പയറാട്ടോ, ചെറുപയർ രാവിലെ വേവിച്ച് വെച്ചതാണ്. ഇനി ഈ വേവിച്ച പയർ ഈ ഇതിലേക്ക് ചീരയിലേക്ക് ഇടുക. അതിനുശേഷം ഒന്നും കൂടി ചിക്കി വെച്ചിട്ട് അടച്ച് ഭദ്രമായിട്ട് വയ്ക്കുക. ഇതാണ് ചീരത്തോരൻ. പയറിട്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. വെള്ളം ഒന്ന് ശകലം കുഴയും. തോരൻ കൂട്ടാൻ നല്ല ടേസ്റ്റാട്ടോ. കൂട്ടാന്ന് വെച്ചാൽ ആരും ഇത് ഒഴിവാക്കില്ല. അത്ര നല്ല ടേസ്റ്റാണ്. ഷുഗറുകാർക്ക് ഫസ്റ്റ് സാധനമാണ് ചീര. അടച്ച് വെക്കാൻ പോവാണ്.
10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് വെന്തു കേട്ടോ. പിന്നെ ഇത് എടുത്ത് വെക്കുക. പിന്നീട് ഇത് നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.